യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിട്ട ഒരു വീഡിയോ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിട്ടത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് നമ്മളുടെ മേലുള്ളായിരിക്കുന്ന അത്യന്തികമായിരിക്കുന്ന ശക്തി എന്താണ്, ആ ശക്തി കൊണ്ട് നമ്മൾക്ക് ഈ നാളുകളിൽ എന്താണ് പ്രയോജനമുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം തൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയം ആ ശക്തിയാണ് ഉയർപ്പിൻ്റെ ശക്തി എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തി മരണത്തെ ജയിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയണമെങ്കിൽ അതിനായി വ്യാപരിക്കുന്ന ദൈവശക്തി എന്നുള്ളത് വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ നമ്മെയും ഉയർപ്പിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ സത്യം ഈ ശക്തി വ്യാപരിക്കുന്നതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ആ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് എല്ലാം ത്യജിക്കുന്നു. അത്ര ആ ശക്തിയുള്ള പുനരുദ്ധാനത്തിന് പങ്കാളിയാകണമെന്ന് വെച്ച് താൻ വളരെ അധ്വാനിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം പറഞ്ഞു. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായിരിക്കുന്ന വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. വല്ലവിധേനയും മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന് വെച്ച് ഞാൻ എല്ലാം ചവറന്ന് എണ്ണിക്കൊണ്ട് ഞാൻ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നു ഓടുന്നു എന്ന് വായിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് പലർക്കും അനേകങ്ങളായിരിക്കുന്ന സംശയങ്ങളുണ്ട്. അതെന്താ, പൗലോസിന് ഉയർപ്പിനെക്കുറിച്ച് യാതൊരു വിധമായിരിക്കുന്ന ധാരണയുമില്ലേ? ഉയർക്കുമെന്ന് സംശയമാണോ? വല്ലവിധേനയും ഉയർക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരിക്കലും അങ്ങനെയല്ല. പൗലോസിന് തൻ്റെ ഈ ജഡശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടെ വസിപ്പാനുള്ളതായിരിക്കുന്ന ആഗ്രഹവും ഞാൻ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും എന്നുള്ളതായിരിക്കുന്ന തൻ്റെ പ്രഖ്യാപനവും ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു. പൗലോസിന് അതല്ല പൗലോസ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പോലെയുള്ള ആ പുനരുദ്ധാനത്തിന് വേണ്ടി എത്രമാത്രം ആകാംക്ഷഭരിതനായി കൊതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഓർക്കുന്നു, കഴിയുമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ആ വിഷയം തന്നെ 3-ാം അധ്യായത്തിൻ്റെ ഏകദേശം ഒരു പകുതിയോളം വാക്യങ്ങളെടുത്ത് ആ വിഷയം തന്നെ നിങ്ങളോടൊരു വീഡിയോയിലൂടെ പങ്കുവെക്കണമെന്ന് ഞാൻ ഓർക്കുന്നു. തൻ്റെ അത്യാത്ഭുതകരമായിരിക്കുന്ന അതിൻ്റെ അനവധിയായിരിക്കുന്ന ആഗ്രഹം, ആ ശക്തിയുടെ ഉയർപ്പൊന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതായിരിക്കുന്ന വലിയ കാര്യമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ വീഡിയോയിലൂടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം കൊണ്ട്, ദൈവാത്മാവിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം കൊണ്ട് ഇന്ന് ദൈവം എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉയർപ്പെന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിച്ചു. എന്നാൽ അതല്ലാതെയും ദൈവശക്തി വ്യാപരിക്കുന്നതിലൂടെ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിരിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തികളെക്കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് പാപികളെ രക്ഷിക്കുന്ന ശക്തിയാണ്. പാപികളെ അവരുടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അഥവാ സാത്താൻ്റെ കോട്ടകളെ തകർത്ത് ആ പാപികളെ പാപത്തിൻ്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിക്ക് വേണ്ടി രക്ഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി നേടുന്ന അത്ഭുതകരമായിരിക്കുന്ന ശക്തി ശരിക്കും ഈ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ പ്രകടമാണ് ഈ കാലത്ത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളവയത്ര എന്ന് പറയുന്നുണ്ട്. എന്താ ഈ കോട്ടകളെ ഇടിക്കുക? പൗലോസ് വന്നിട്ട് കോട്ടകളെ തകർക്കാൻ പോയോ? യുദ്ധം ചെയ്യാൻ പോയോ?
ശരിക്കും പൗലോസ് യുദ്ധം ചെയ്യുകയായിരുന്നു. തൻ്റെ ജീവിതകാലത്തൊക്കെ ഒരു യുദ്ധത്തിലായിരുന്നു. താൻ അനേകം സാത്താന്യ കോട്ടകൾ തകർത്ത് അനേകായിരം ദൈവമക്കളെ രക്ഷിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ ഈ കോട്ടകളെ തകർക്കുന്ന ശക്തിയെന്ന്? അതായത് സാത്താൻ്റെ വലയിലായിരിക്കുന്ന, സാത്താൻ്റെ കൈക്കീഴിലായിരിക്കുന്ന പാപികളോട് ദൈവത്തിൻ്റെ വചനം സുവിശേഷം പറയുമ്പോൾ ആ പാപികൾ ആ ഭയങ്കര കോട്ടയെ ഭേദിച്ച് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് മുമ്പോട്ട് കടന്നു വരുന്നതായിരിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ദൈവശക്തിയാണ് യേശു ക്രിസ്തു ഇന്ന് നമ്മളിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം പറയാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. അത് സാത്താനോടെതിരെയുള്ളായിരിക്കുന്ന ഒരു പോരാട്ടമാണ്. ആത്മാക്കളെ രക്ഷിക്കുന്ന ദൈവശക്തിയുടെ പ്രകടനമാണ്. അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം: സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു യേശുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പാവിയായ മനുഷ്യൻ ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവപക്ഷത്തേക്ക് വരുമ്പോൾ അവനെ ബന്ധിച്ചിരിക്കുന്നതായിരിക്കുന്ന സാത്താന്യ കോട്ടകളുടെ ബന്ധനം അറുത്ത് മാറ്റിയിട്ടാണ് അവൻ ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുന്നത്. ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അഭിമാനത്തോടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. രക്ഷയ്ക്കായി. അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിലൂടെ ദൈവം ഇന്ന് പ്രകടമാക്കുന്നതായിരിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് പാപികളെ സുവിശേഷത്താൽ കർത്താവിൻ്റെ പക്ഷത്തേക്ക് ആനയിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ ശക്തി പ്രയോഗമാണ് നടത്തുന്നതെന്ന് കാണാനായിട്ട് പറ്റും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പൗലോസ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഈ ക്രൂശിൻ്റെ വചനം നമ്മൾ ഓരോരുത്തരും ചെന്ന് പങ്കുവെക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ, പാപികളോട് ഈ വചനം പറയുമ്പോൾ, ഈ രക്ഷയുടെ സന്ദേശം അറിയിക്കുമ്പോൾ, ഈ ക്രൂശിൻ്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ശക്തിയായിട്ട് വ്യാപരിക്കുന്നു. അവരിലൊരു വലിയ ശക്തി വ്യാപരിച്ചെങ്കിൽ മാത്രമാണ് ഒരു പാപിക്ക് ബന്ധനങ്ങളെ ഭേദിച്ച്, സാത്താന്യ ബന്ധനങ്ങളെ ഭേദിച്ച് ദൈവപക്ഷത്തായി തീരാനായിട്ട് പറ്റുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല, അറിയാതെ പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുവിശേഷം പറഞ്ഞ് അവൻ കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. അതിനകത്ത് എന്താ അത്ര പ്രത്യേകതയുള്ളത്? അതിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. പൗലോസ് പറയാണ്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്ന ഇടപെടലുണ്ടെങ്കിൽ മാത്രമാണ് നാം സുവിശേഷം പറയുമ്പോൾ ഒരു പാവി രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മറക്കരുത്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 7-ാം വാക്യം: ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഇത് പഠിക്കണം. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായിരുന്നു. എനിക്ക് ലഭിച്ച, ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ഒരു പാപിയായ മനുഷ്യൻ ദൈവവചനത്തെ കേട്ട് വിശ്വസിച്ച് കർത്താവിൻ്റെ പക്ഷത്തേക്ക് വന്നു ചേരുമ്പോൾ പറയുന്ന നമ്മളും ദൈവശക്തിയുടെ അവൻ്റെ മേൽ വ്യാപരിക്കാനുള്ള ദൈവശക്തിയുടെ ഒരു കാരണക്കാരനായിട്ട് മാറുന്നു. കേൾക്കുന്നവരിൽ അത്ഭുതകരമായിരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമുണ്ടായിട്ട് അവൻ ദൈവപക്ഷത്തേക്ക് ആയിത്തീരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒന്നാമത് പറഞ്ഞത്, സുവിശേഷത്തിലൂടെ വ്യാപരിക്കുന്നതായിരിക്കുന്ന പാപികളെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന അത്യത്ഭുതകരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലുപ്പത്തിൽ ഇന്ന് നമുക്ക് വലിയ ദൗത്യമുണ്ട്. ആ ശക്തിയുടെ ഉറവിടങ്ങളാണ് നമ്മൾ.
നമ്മളായിത്തീരും, നമ്മളതിൻ്റെ ഉറവിടങ്ങളായിത്തീരും എന്നുള്ളത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നുണ്ടാകാം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എങ്ങനെ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ എങ്ങോട്ടൊഴുകും? പുറത്തേക്ക് ഒഴുകും. അതിൽ നിന്ന് അനേകർ കുടിക്കും. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ശക്തിയിൽ നിന്ന് ഒഴുകുന്നുണ്ട് പുറത്തേക്ക്. ആളുകളുടെ രക്ഷാപദ്ധതിക്കായിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ടോ? നിങ്ങൾ അനേകരോട് സുവിശേഷം പറയുന്നുണ്ടോ? നിങ്ങൾ സുവിശേഷം പറഞ്ഞ ആത്മാക്കളെ രക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പ്രകടനമാണ് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളിൽ ഓരോരുത്തരും, ഞാൻ നിങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് തെറ്റാണ്, നമ്മളിൽ ഓരോരുത്തരിലും വ്യാപരിക്കുന്ന ദൈവാത്മശക്തിയുടെ പ്രകടനമാണ്, ആത്മശക്തിയുടെ ഒഴുക്കാണ് സുവിശേഷം. നമ്മളിലൂടെ സുവിശേഷം കേട്ട് ഒരു പാവി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുമ്പോൾ സാത്താൻ്റെ കോട്ടകളെ ഇടിക്കുന്ന ശക്തി പ്രയോഗമാണ് നമ്മൾ ഓരോരുത്തരും നടത്തുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അടുത്തതായിട്ട് ഞാൻ ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിനായിട്ട് വ്യാപരിക്കുന്ന ആത്മശക്തി എന്ന് പറഞ്ഞാൽ ദൈവമക്കളിൽ ക്രിസ്തു യേശു തന്നെയാണ് ഏക രക്ഷകനെന്നും കാൽവരി കുരിശിലെ യാഗമരണമാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ളത് എന്നും ഒരു പാപിയായ മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസത്തിനായിട്ട് അവനിൽ ഒരു ശക്തി വ്യാപരിക്കണം. വിശ്വാസത്തിനായി വ്യാപരിക്കുന്ന ശക്തി, വിശ്വാസത്തിനായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മശക്തി. അല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അത് ന്യായമാണല്ലോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് രക്ഷപ്പെടാൻ ആർക്കും പറ്റുകയില്ല. അതുകൊണ്ടാണ് സുവിശേഷം ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് ഭോഷത്വമായിരിക്കുന്നത്. അവർ ഈ ലോകത്തിലെ ജ്ഞാനം വെച്ച് എണ്ണുകയാണ്. അതങ്ങനെയാണ് ശരിയാകുന്ന. ബലഹീനായിട്ട് ഒരു വ്യക്തി മരിച്ചു. റോമൻ പടയാളികളാലും യഹൂദന്മാരാലും നിന്ദ്യനായി കുത്തുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു. ആ ബലഹീനൻ്റെ മരണം എങ്ങനെയാണ് വേറൊരു പാപിയെ രക്ഷിക്കുന്നത്? അത് ലോജിക്കല്ല. ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിക്കൊണ്ട് ദൈവം അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാണ്. ലോകത്തിൻ്റെ ജ്ഞാനത്തിന് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ല. അവർക്ക്, ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് അത് ഭോഷത്വമാണ്. എന്നാൽ ഒരു വ്യക്തി, പാവിയായ വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ വിശ്വാസത്തിനായിക്കൊണ്ട് വ്യാപരിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. അവിടെ പറയാണ്, ശ്രദ്ധിച്ചു നോക്കുക, അവിടെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം നോക്കുക. 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് കാരിൽ വിശ്വാസം ഉളവാകുവാൻ തക്കവണ്ണം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, പിന്നെയോ ഒരു പാപിയായ മനുഷ്യൻ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ കാരണമായിത്തീരുന്നത് അവൻ്റെ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അവൻ വിവേചിച്ചറിഞ്ഞ് കൊള്ളാം, ഇത് നല്ല പരിപാടിയായി, ഈ രക്ഷാപദ്ധതി നമുക്കൊരു മുടക്കുമില്ലല്ലോ, എല്ലാം ക്രിസ്തു ചെയ്തല്ലോ, എന്നാൽ ആ ക്രിസ്തുവിൽ അങ്ങ് വിശ്വസിക്കാം, അത് മനുഷ്യൻ്റെ ജ്ഞാനം. അതല്ല എന്ന് പറഞ്ഞ ഒരു പാപിയെ രക്ഷിക്കുന്ന ദൈവശക്തിയുടെ ജ്ഞാനം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല. നിങ്ങളുടെ വിശ്വാസത്തിന് കാരണമായി തീർന്നത് നിങ്ങളിൽ വിശ്വസിക്കാൻ തക്കവണ്ണം ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചതായിരിക്കുന്ന മരണം എൻ്റെ പാപത്തിന് പരിഹാരമാണ്, മുഴുപ്രായശ്ചിത്തമാണ്, മുഴുപരിഹാരമാണ്. ഇനി ഞാനായിട്ടൊന്നും ചെയ്യേണ്ട, ഞാനിനി ആ കർത്താവിൻ്റെ മുമ്പിൽ ഞാനിനി സമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി, അംഗീകരിച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസത്തിന് വേണ്ടി കേൾവിക്കാരിൽ വ്യാപരിക്കുന്നതായിരിക്കുന്ന
ദൈവശക്തി. അതാ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. പൗലോസ് വലിയ പാണ്ഡിത്യമൊന്നും ഉപദേശിച്ചിട്ടല്ല ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത്, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. എൻ്റെ സുവിശേഷം ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവാത്മാവിൻ്റെ ശക്തി അവൻ പറയുന്ന വചനത്തോടുകൂടെ കേൾവിക്കാരിലേക്ക് മാറ്റപ്പെടുമ്പോൾ കേൾവിക്കാരൻ മാനസാന്തരപ്പെടും. എനിക്കറിയുന്ന പലരും ഉണ്ട് കേട്ടോ, ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ സുവിശേഷം പറഞ്ഞാൽ സുവിശേഷം കേൾക്കുന്നവർ പലരും രക്ഷിക്കപ്പെടുക, അവർക്ക് മാനസാന്തരം ഉണ്ടാകുക, അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുക, അവർ യേശു ക്രിസ്തുവിൻ്റെ പക്ഷത്തായി തീരുക. എന്നാൽ മറ്റു ചിലർ എത്ര തന്നെ കഠിന പ്രയത്നം ചെയ്ത് ആരോടെല്ലാം പറഞ്ഞാലും ആർക്കും വലിയ മാനസാന്തരമോ വിശ്വാസമൊന്നും വരുന്നില്ല. എന്താ കാരണം? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം പറയുന്ന വ്യക്തിയിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ശക്തി ഉണ്ടാകണം. ആ വ്യക്തിയിൽ നിന്ന് ദൈവാത്മാവിൻ്റെ ശക്തി പുറത്തേക്ക്, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമ്പോൾ ഇത് കേൾവിക്കാരന് വിശ്വാസമായിട്ട് പരിണമിപ്പാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മശക്തിയുടെ വ്യാപാരത്താലാണ് ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന ദൈവ വ്യവസ്ഥയാണ് എന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മിൽ വ്യാപരിക്കുന്ന ഈ വ്യാപാര ശക്തിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. അത് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ആവോളം പ്രത്യാശ നൽകുന്നു, സന്തോഷം നൽകുന്നു, സമാധാനം നൽകുന്നു. അതായത് പ്രത്യാശ, സന്തോഷം, സമാധാനം ഇത് നൽകുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. നോക്കിക്കേ, ഈ ഭൂമിയിലുള്ളായിരിക്കുന്ന എത്ര കോടി മനുഷ്യർ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയുമില്ലാതെ, യാതൊരു വിധമായിരിക്കുന്ന സന്തോഷവുമില്ലാതെ, സമാധാനവുമില്ലാതെ നിരാശയോടെ ആത്മഹത്യ ചെയ്യുന്നു. എത്ര പേര് മാനസിക അസ്വസ്ഥതകൾ മൂലം ആശുപത്രികളിൽ ഡോക്ടർമാരുടെ അടുത്ത് അഭയം തേടുന്നു. എന്താ കാരണം? അവരിൽ നിരാശ നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യാശ എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലില്ല. അവർക്ക് യാതൊരു പ്രത്യാശയില്ലെന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഇന്ന് എത്രമാത്രം കോളേജ് വിദ്യാർത്ഥിനികളും ഒക്കെയാണെന്നറിയാവോ ഡിപ്രഷന് ചികിത്സ തേടുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ രോഗികളുള്ളതെന്ന് ഇപ്പോൾ കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. എന്താ കാരണം? പ്രത്യാശയില്ല. ഇനി എന്ത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോവുകയാണ്. അതുപോലെ തന്നെ സമാധാനമില്ല, ലക്ഷ്യബോധമില്ല, അവർക്ക് സമാധാനമില്ല, അവർക്ക് ആശ്വസിക്കാൻ വകയില്ല, സന്തോഷത്തിന് ഒരു വകയും അവർ കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിത്തീരുന്നു? മനുഷ്യർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. എൻ്റെ പ്രത്യാശ, സമാധാനം, സന്തോഷം ഇതൊരു മനുഷ്യന് പ്രദാനം ചെയ്യുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ ഫലമാണ് നമ്മുടെ സന്തോഷം, സമാധാനം, പ്രത്യാശ. ഞാനൊരു വാക്യം വായിക്കട്ടെ. റോമാലേഖനം അതിൻ്റെ 15:13. റോമാലേഖനം അതിൻ്റെ 15:13 വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, എന്തുകൊണ്ടാണ് സമാധാനവും സന്തോഷവും പ്രത്യാശയും ലഭിക്കുന്നത്? പരിശുദ്ധാത്മ ശക്തിയാൽ. അപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലുപ്പം നമ്മുടെ സമാധാനത്തിൻ്റെ കാരണമാണ്, പ്രത്യാശയുടെ കാരണമാണ്, സന്തോഷത്തിൻ്റെ കാരണമാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വാസികളിൽ തന്നെ, വിശ്വാസികളെന്ന് ഞാൻ പറയുന്നത് യഥാർത്ഥ വിശ്വാസികളൊന്നുമല്ല, വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളിൽ, വേർപെട്ട സമൂഹങ്ങളിലുള്ളവരിൽ തന്നെ പലരും ഈ നാളുകളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ നാളുകളിലല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്.
എന്താ കാരണം? വിശ്വാസികളിൽ തന്നെ അനേകർക്ക് ഡിപ്രഷനും എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ആശുപത്രികളെ അഭയപ്പെടുന്നുണ്ട്. എന്താ കാരണം? ഈ ദൈവത്തിൻ്റെ ആത്മശക്തിയിലുള്ളായിരിക്കുന്ന പ്രത്യാശയും സമാധാനവും സന്തോഷവും അവരനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോ ഈ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാണോ? ഈ സമാധാനം അനുഭവിക്കുന്നവരാണോ? ആണെങ്കിൽ നിങ്ങളിൽ ആ പ്രത്യാശ അളവറ്റതായിട്ട് വ്യാപരിക്കുന്നു എന്ന് കാണുവാനായിട്ട് പറ്റും. ശരി, മറ്റൊരു കാര്യം, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ വലുപ്പത്തിൻ്റെ പ്രകടനങ്ങളുടെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ കാലത്തല്ല, കഴിഞ്ഞ ഒരു കാലത്ത്, നമ്മുടെ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ ശക്തിയാണ് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ കാരണമായ ശക്തി. ഞാൻ ഈ കാലത്തല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതായത് ഒരു കാലത്ത് ദൈവവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി അടയാളങ്ങൾ വേണമായിരുന്നു, അത്ഭുതങ്ങൾ വേണമായിരുന്നു, വീര്യപ്രവൃത്തികൾ വേണമായിരുന്നു. അതെല്ലാം ശുശ്രൂഷകളുടെ സുവിശേഷത്തിൻ്റെ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ കാലത്ത് അതുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകും, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ വലിയ 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 അതിശയങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുകയും സ്വന്തം കീശ വീർപ്പിക്കുകയും ചെയ്യുന്നവരിന്ന് ധാരാളമുണ്ട്. അത് ഈ കാലത്തെ പ്രകടനത്തിന് വേണ്ടി കൊടുത്തതല്ല. എന്നാൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസിന്മേൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. പൗലോസിൻ്റെ ഉത്തരീയവും മേൽമുണ്ടും കൊണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ രോഗികൾ സൗഖ്യമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇല്ലേ? നിങ്ങൾക്കറിയില്ലേ? എഫെസോസിലൊക്കെ ചെന്നപ്പോൾ സംഭവിച്ചത് അങ്ങനെയല്ലേ? പൗലോസിൻ്റെ വസ്ത്രം തൊട്ടാൽ പോലും സൗഖ്യം വരുന്ന കാലം ഉണ്ടായിരുന്ന അന്നത്തെ കാലം. എന്നാൽ അതേ പൗലോസ് അതിനുശേഷം തൻ്റെ സഹപ്രവർത്തകരെ രോഗിയായി വിട്ടേച്ച് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. വേറെ ഒരു സഹപ്രവർത്തകൻ രോഗിയായി മരിപ്പാറായിരുന്നു നിശ്ചയം എന്ന് പറയുന്നുണ്ട്. അത് ആ കാലത്തുള്ള, അതായത് പൗലോസിൻ്റെ അവസാന കാലത്ത് പോലും പൗലോസിന് തൻ്റെ സഹശുശ്രൂഷകരുടെ രോഗം മാറ്റാനോ സൗഖ്യം വരുത്താനോ കഴിഞ്ഞില്ലെന്നർത്ഥം. അപ്പോൾ ആ തുടക്കകാലങ്ങളിൽ പൗലോസിലൂടെ ഈ ദൈവാത്മശക്തി വ്യാപരിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തെങ്കിലേ പൗലോസ് പറയുന്നതായിരിക്കുന്ന ഈ സുവിശേഷവും പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ഈ വ്യക്തിയായിരിക്കുന്ന യേശു ക്രിസ്തുവും സത്യമാണ് എന്നുള്ളത് ആളുകൾ വിശ്വസിക്കുകയുള്ളൂ. അത് സത്യമാണെന്നുള്ളതിൻ്റെ സാക്ഷ്യമായിരുന്നു ആ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാരിലൂടെ വ്യാപരിച്ചതായിരിക്കുന്ന അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും ശക്തി എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് അത്ഭുതങ്ങൾ ചെയ്തും അടയാളങ്ങൾ ചെയ്തും വീര്യപ്രവൃത്തികൾ ചെയ്തുമല്ല സുവിശേഷ പ്രവർത്തനം നടത്താനായിട്ട് നമുക്ക് ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. നമ്മളെ പ്രസംഗിക്കാൻ അയച്ചിരിക്കുന്നത്, നമ്മൾ സുവിശേഷം പറയുക മറ്റുള്ളവരോട്. ആ വിധത്തിലാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിട്ട്. അപ്പോൾ ആ 1-ാം നൂറ്റാണ്ടിൽ അവരിൽ വ്യാപരിച്ച ദൈവശക്തിയാലാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും അതുപോലെയുള്ളായിരിക്കുന്ന ശുശ്രൂഷകന്മാരും രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത്. റോമർ 15:18 വാക്യം, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനികയില്ല. അപ്പോൾ അവിടെ വായിക്കുന്നത് എന്താ? ക്രിസ്തു ഞാൻ മുഖാന്തരം, പൗലോസിലൂടെ, എല്ലാവരിലൂടെയല്ല, പൗലോസിന് മാത്രം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട്, ജാതികൾ എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, വിശ്വസിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അന്ന് അത്ഭുതങ്ങൾ ചെയ്തത്. പ്രവൃത്തി മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അപ്പം അന്ന് ആളുകൾ ഈ ആദ്യമായി കേൾക്കുന്ന ഈ യേശുവിനെയും ആദ്യമായി കേൾക്കുന്ന ഈ രക്ഷാപദ്ധതിയെയും വിശ്വസിച്ച് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് വരണമെങ്കിൽ പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്ന ശക്തി,
ആ ശക്തിയാൽ നടക്കുന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും പിൻബലമല്ലാതെ ഞാൻ മറ്റൊന്നും മിണ്ടുന്നില്ല. അത് നിങ്ങൾക്ക് സാക്ഷ്യമാണല്ലോ, അത് നിങ്ങൾക്ക് തെളിവാണല്ലോ. ഞാൻ പറയുന്നതായിരിക്കുന്ന ഈ സുവിശേഷം ദൈവം എന്നെ ഭരമേൽപ്പിച്ചതാണ്, എങ്കൽ തന്നിരിക്കുന്നതാണ്. ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് ഇതുപോലെ തെളിവ്, പൗലോസ് ചോദിക്കാൻ, ഇതുപോലെ തെളിവ് എന്നിലൂടെ വ്യാപരിക്കുന്ന ഈ ശക്തിയുടെ പ്രകടനം പോരെ? അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഭൂതങ്ങൾ വിട്ടോടുന്നു, നിലവിളിച്ച് ഓടുന്നു, ഇതുപോലെ നിങ്ങൾക്ക് അടയാളത്തിനായിട്ട്, തെളിവിനായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും, ഒന്ന് വചനം, വായിൽ നിന്ന് പുറപ്പെടുന്ന ക്രിസ്തുവിൻ്റെ വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഈ ശക്തിയുടെ വ്യാപാരത്വം എൻ്റെ മേലുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും നാടുകൾ കറങ്ങി ഈ ശുശ്രൂഷ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്തിൻ്റെ ഒരു പ്രകടനം ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, രോഗസൗഖ്യങ്ങൾ, ഭൂതാത്മാക്കളുടെ മേലുള്ള അവകാശം, ഇതൊക്കെ ആയിരുന്നു. അതുണ്ടായിരുന്ന ഒരു കാലം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വചനം പ്രസംഗിക്കുക, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? ഇന്ന് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. അല്ലാതെ രോഗികളെ സൗഖ്യമാക്കാൻ, അത്ഭുതങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് തന്നിരിക്കുന്നില്ല, ഉത്തരവാദിത്വമല്ല എന്നോർത്തിട്ട് ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില രോഗികൾ സൗഖ്യമാകുന്നില്ല എന്നൊന്നും പറയുന്നില്ല. അത് യാദൃശ്ചികമാണ്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കർത്താവിന് ഒരാളെ സൗഖ്യമാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ രോഗികൾ സൗഖ്യമായേക്കാം. എന്നാൽ അത് നമ്മുടെ സുവിശേഷ വേലയുടെ പിൻബലം കൊണ്ടല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള പിൻബലമല്ല. അത് അവിടെ ദൈവം ആ വ്യക്തിയിൽ പ്രവർത്തിക്കണമെന്ന് ഇച്ഛിച്ചു, നമ്മളൊരു മുഖാന്തരമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഒരാളും ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിക്കുന്നില്ലെന്നോ രോഗസൗഖ്യം നടക്കുന്നില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, ചില സ്ഥലങ്ങളിലെങ്കിലും സംഭവിച്ചേക്കാം. അതൊന്നും അപ്പോസ്തലന്മാർക്ക് കൊടുത്തപോലത്തെ അധികാരമല്ല. ഇന്ന് നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമുക്ക് ആ വിധത്തിൽ കൃപ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരി, നമ്മിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ മറ്റൊരു പ്രകടനം എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോയതാണ്, എന്നാലും ചില വാക്യങ്ങൾ കൂടെ ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് ചില പോയിന്റുകൾ ഞാൻ എടുത്തു കാണിക്കാം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നോക്കിയേ, അവയാൽ നോക്കിയേ, മേലെ പറയുന്നത് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ വായിലൂടെ പുറപ്പെടുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മശക്തിയുടെ പിൻബലമുണ്ട്, ദൈവ ആത്മശക്തിയുടെ പ്രകടനമുണ്ട്. അതാണ് ഞങ്ങളുടെ ആയുധം.
ഞങ്ങളുടെ എന്താണ് ആയുധങ്ങൾ ജഡീകങ്ങളല്ല എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വെട്ടുന്ന വാളുകളല്ല, ഞങ്ങളുടെ കുന്തവും തോക്കും അല്ല ഞങ്ങളുടെ ആയുധങ്ങൾ, ജഡീകങ്ങളല്ല. അവിടെ പറയാണ് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പം ഒരു ദൈവ മകനിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദൈവ മകനിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന വചനം പുറപ്പെടുമ്പോൾ ആ പുറപ്പെടുന്ന ദൈവവചനത്തിന് പാപിയെ രക്ഷിക്കാൻ തക്കവണ്ണം അവനിൽ പ്രവേശിച്ച് അവനിൽ വിശ്വാസം ഉണ്ടാക്കുവാൻ തക്കവണ്ണം വ്യാപരിക്കുന്ന ഒരു ശക്തി ആ പ്രകടനത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കിയേ, ആ പോരിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ളവയത്രേ. ഈ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോട്ടകൾ എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും പണിത കോട്ടകളെ ഇടിക്കുന്നതെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല കേട്ടോ ആ പറഞ്ഞത്. ഒരു പാപിയായ മനുഷ്യൻ സാത്താൻ്റെ കൈകളിലെ അല്ലെങ്കിൽ സാത്താൻ്റെ ബന്ധനത്തിലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. സുവിശേഷം കേട്ട് വിശ്വസിച്ച് അവൻ രക്ഷിക്കപ്പെടുന്നവരെ സാത്താൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് അവൻ. ആ കോട്ട തകർത്ത് ഒരു പാപിയെ രക്ഷിക്കുന്നതിന് തക്കവണ്ണം ബലം പ്രയോഗിക്കപ്പെടുന്നതായിരിക്കുന്ന ശക്തി പ്രവർത്തിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് സുവിശേഷം പറയുന്ന ഒരാളുടെ നാവിൽ കൂടെ പുറത്തേക്ക് വരുന്നതായിരിക്കുന്ന സുവിശേഷം. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. അങ്ങനെയുള്ള ശക്തിയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുന്നപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇടിച്ചു കളയുന്നത് കോട്ടകളെയല്ല, ഈ സത്യസുവിശേഷത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും, എല്ലാ ഇടർച്ചകളെയും, എല്ലാ ഉയർച്ചകളെയും, സുവിശേഷത്തിന് വിരോധമായി പൊങ്ങുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഒരു പാപിയെ രക്ഷിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന ശക്തിയാണ് പൗലോസിലൂടെ സുവിശേഷം പറയുമ്പോൾ പുറപ്പെടുന്നത്. അത് പൗലോസിലൂടെ മാത്രമല്ല കേട്ടോ, നമ്മളിലൂടെയും പുറപ്പെടുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നാടുവഴിയുടെ അടുക്കൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ വേറെ ഒരുത്തൻ ആ സുവിശേഷത്തെ മറിച്ച് കളവാൻ തക്കവണ്ണം അവിടെ ദുരുപദേശം പറഞ്ഞതും തെറ്റായിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ പൗലോസ് അവനെ ശാസിച്ച് നീ ഒരു നേരത്തേക്ക് കണ്ണ് കാണാതിരിക്കട്ടെ എന്ന് പറയുകയും അവൻ കുരുടനായി പോവുകയും കൈപിടിച്ച് നടത്തുന്നവരെ തപ്പി നടക്കുകയും ചെയ്തായിരിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നില്ലേ? പൗലോസ് പോയി സുവിശേഷം പറയുമ്പോൾ കേൾക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആ ശക്തിയാൽ അവർ കോട്ടകളെ ഇടിച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ സത്യത്തിൻ്റെ വഴിയിലേക്ക് വരുവാൻ തക്കവണ്ണം അത് സാത്താന്യ കോട്ടകളെ ഇടിക്കുന്നതാണ് നമ്മളിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലൂടെ പറയപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷം എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു. നോക്കിയ, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷ ശക്തിയുടെ ശുശ്രൂഷയാണ്. നിങ്ങളൊരു സുവിശേഷകനാണോ? നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നുണ്ടോ? സുവിശേഷകർക്ക് മാത്രമേ സുവിശേഷം പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും കർത്താവിൻ്റെ വചനം അറിയുന്ന വിധത്തിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. അത് നമുക്ക് തന്ന ഉത്തരവാദിത്വമാണ്. അപ്പം അത് നമ്മുടെ വായിലെ പടുവാക്കുകൾ കൊണ്ടല്ല അത് പുറപ്പെടേണ്ടത്. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവാത്മശക്തിയിൽ നിന്ന് സുവിശേഷം പുറത്തേക്ക് പോകുമ്പോൾ കേൾവിക്കാരിൽ മാനസാന്തരം ഉണ്ടാകുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് ചിലരെ അറിയാം. ചിലരൊക്കെ സുവിശേഷം പറഞ്ഞാൽ കേൾവിക്കാർ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ശരി, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. എത്ര വ്യക്തമാണെന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ ഞാനത് മേലെ നിന്ന് വായിക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന് 4-5 വാക്യം. നിങ്ങളുടെ വിശ്വാസത്തിന്
മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എത്ര വ്യക്തമാണല്ലേ? എൻ്റെ ശുശ്രൂഷ നിങ്ങളിൽ വിശ്വാസത്തിന് കാരണമായി തീർന്നെങ്കിൽ അതിനാധാരമായി തീർന്നത് എൻ്റെ പ്രസംഗവും എന്നിലൂടെ പുറപ്പെട്ട വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല. നിങ്ങളിൽ അത് വിശ്വാസമായി പരിണമിച്ചെങ്കിൽ, കുരുന്നരോട് പറയുക, നിങ്ങളിൽ അത് വിശ്വാസമായി പരിണമിച്ചെങ്കിൽ അതിന് വ്യാപരിച്ച ശക്തി ദൈവശക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മശക്തിയാണ് അതിനായിട്ട് വ്യാപരിച്ചത്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്നവരോടൊന്ന് പറയട്ടെ, നമ്മൾ സുവിശേഷം പറഞ്ഞ് എത്ര പേര് രക്ഷിക്കപ്പെട്ടാലും ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു ശ്രേഷ്ഠതയും അവകാശപ്പെടാനായിട്ടില്ല. നിങ്ങൾ സുവിശേഷം പറഞ്ഞ് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പവറോ നിങ്ങളുടെ മിടുക്കോ നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ കഴിവൊന്നുമല്ല. നിങ്ങളിലൂടെ സുവിശേഷം കേട്ടു, അദ്ദേഹത്തിനുള്ളിൽ അത് വിശ്വാസമായി പരിണമിപ്പാൻ ദൈവശക്തി അദ്ദേഹത്തിൽ വ്യാപരിച്ചു. ദൈവത്തിൻ്റെ ശക്തിയാലത്രേ, ഞങ്ങളുടെ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം മാത്രമാണ് അവിടെ സംഭവിച്ചത്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പാണ് മനുഷ്യനിൽ സംഭവിക്കുന്നത്. അഥവാ ദൈവം അവനെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ദൈവശക്തി അവനിൽ വ്യാപരിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവിടെ എങ്ങനെ വായിക്കുന്നു? അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പം സുവിശേഷ പ്രവർത്തകരിലൂടെ ദൈവാത്മാവിൻ്റെ ശക്തിയുടെ ആ ഒരു ഒഴുക്ക് ഇല്ല എങ്കിൽ നമ്മളെല്ലാം മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിരിക്കും. ഒരുപാട് കണക്കൂട്ടി ഒരുപാട് ചെയ്തു. ഞാൻ അതിലെ പോയി ഇതിലെ പോയി, അങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി, ഞാൻ പട്ടിണി കിടന്നു, അതിലെ പോയി, അത്ര പേരോട് ഞാൻ വിശേഷം പറഞ്ഞു, ഇത്ര പേരോട് ഞാൻ പ്രസംഗിച്ചു. കണക്കുകളൊക്കെ ഒരുപാടായിരിക്കാം. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പ്രയോജനവും. പൗലോസൂടെ പറയുന്ന നോക്കിയേ, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്. നമ്മിൽ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയിലൂടെ വേണം ശുശ്രൂഷ നിവർത്തിക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. 2 തിമോത്തിയോസ് 1:8. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. ഞാൻ ബന്ധനത്തിലാണ്, ഞാൻ തടവറയിലാണ്, നീ ലജ്ജിക്കണ്ട തിമോത്തിയോസേ. ഞാൻ കിടക്കുന്നതും ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും ഓർത്ത് നീ ലജ്ജിക്കണ്ട. എന്നിട്ടെന്താ പറഞ്ഞത്? എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ പോരാടുക. സുവിശേഷത്തിനായിട്ട് വെറുതെ ഇറങ്ങി തിരിച്ചാൽ മതിയോ? വെറുതെ പോയി സുവിശേഷം പറഞ്ഞാൽ മതിയോ? ദൈവശക്തിക്ക് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവാത്മശക്തിയുടെ വ്യാപാരത്വമുള്ളവർ ഈ ശുശ്രൂഷ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആത്മാക്കൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. അത്ഭുതകരമായിരിക്കുന്ന സത്യം നടക്കും. ക്രിസ്തു യേശു അവരുടെ രക്ഷകനെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയും. അതിന് ദൈവശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കണം. ഇതാണ് നമ്മൾ അവിടെ കാണുന്നതെന്ന് കാണാനായിട്ട് പറ്റും. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 12-ാം വാക്യം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്കെന്ത് നൽകി? ശുശ്രൂഷയ്ക്കായി ശക്തി നൽകി. ഇന്നത്തെ പലർക്കും ശക്തിയില്ല ശുശ്രൂഷ ചെയ്യുവാൻ. കഴിവുണ്ട്, ജ്ഞാനമുണ്ട്, വാക്കുചാതുര്യമുണ്ട്, വലിയ വലിയ സ്റ്റേജ് പൊളിക്കുന്ന തകർപ്പൻ പ്രകടനമൊക്കെ നടത്തും. മൈക്ക് കൈ കിട്ടിയാൽ അടുത്തിരിക്കുന്നവരുടെ കാത് പോലും പൊട്ടിപ്പോകുന്ന വിധത്തിൽ അലറി വിളിക്കും. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ
ദൈവാത്മശക്തി ഉണ്ടോ? ചോദ്യം ഇതാണ്. ദൈവാത്മശക്തി ഇല്ലെങ്കിൽ ഒരുത്തിനെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, എന്നാൽ നീ നിന്നെയും നിൻ്റെ വചനം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, എന്നാൽ നീ നിന്നെയും നിൻ്റെ വചനം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ വചനം കേൾക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവാത്മശക്തി വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണ് ശുശ്രൂഷകൻ, യഥാർത്ഥ യോഗ്യനായ ശുശ്രൂഷകൻ. വചനം പറയുമ്പോൾ കേൾവിക്കാരിൽ അത് ദൈവാത്മശക്തിയുടെ ശക്തിയാൽ വ്യാപരിച്ചിട്ട് അവൻ യേശു കർത്താവ് എൻ്റെ പാപത്തിന് മരിച്ചു എന്ന് അംഗീകരിപ്പാൻ അത് കാരണമായിട്ട് തീരുകയും അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്ക് ശക്തി നൽകിയവൻ എന്നാണ് വ്യക്തമായിട്ട് അവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1:5, 1 തെസ്സലോനിക്കർ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്നറിയുന്നുവല്ലോ. പൗലോസ് പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങളുടെ സുവിശേഷം വെറും ശബ്ദമായി മാത്രമല്ല, വെറും വചനമായി, വെറും വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു എന്താ പറയുന്നത്, മുഴങ്ങുന്ന ശബ്ദമായിട്ട് മാത്രമല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്. പിന്നെയോ അത് ശക്തിയോടെയാണ് വന്നത്. ഏത് ശക്തിയോടെ? ദൈവാത്മശക്തി ഞങ്ങളിൽ വ്യാപരിച്ചിട്ട് ആ ശക്തിയോടെയാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ വചനം എത്തിയത് എന്ന് പൗലോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കുന്നതായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരിൽ വിശ്വാസത്തിന് കാരണമായി തീരുന്ന ദൈവശക്തിയായി തീരും. അവർ രക്ഷിക്കപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി. അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ ഈ നേരത്തെ കേട്ടിട്ടില്ലേ, ഈ ഒരുപാട് മണി ചെയിൻ ഇപ്പോഴും ഉണ്ട്. മണി ചെയിൻ, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ ബിസിനസ്സുകാർ ഭയങ്കര ലാഭം കൊയ്യുന്ന ഒരു പരിപാടിയാണ് മണി ചെയിൻ പരിപാടി. ഇവിടെ ദൈവാത്മശക്തി വ്യാപരിക്കുന്ന ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് സുവിശേഷം പറയുമ്പോൾ സംഭവിക്കുന്നത്, ആ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, അവൻ കാൽവരിയിലെ കുരിശിൽ അഭയം പ്രാപിക്കുന്നു. എന്നാൽ അതില്ലാത്തവൻ വെറും പ്രഹസന ശബ്ദം മാത്രമാണ് മുഴക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവാത്മശക്തി നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലുപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് നമ്മുടെ ഭാഗ്യ മനുഷ്യനിലല്ല, ഈ പുറമേ ഉള്ള ശരീരത്തിലല്ല ഈ ശക്തി വ്യാപരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് അകത്തെ മനുഷ്യനിലാണ്, അകമേ ഉള്ള മനുഷ്യനിലാണ്. പണ്ട് അതായത് പഴയ നിയമകാലത്തൊക്കെ ശിംശോനെ പോലുള്ളായിരിക്കുന്നവരിൽ അത് ഭാഗ്യമായ ശക്തിയാണ് പകർന്നിരുന്നത്. പഴയ നിയമകാലത്തെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നാണ് വായിക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ മേൽ വന്നു. അവർ അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. ശിംശോനൊക്കെ ചെയ്തതൊക്കെ നമുക്കറിയാമല്ലോ. എന്തെല്ലാം വീര്യപ്രവൃത്തികളാണ് അല്ലെങ്കിൽ അത്ഭുതങ്ങളാണ്, ശക്തിയുടെ പ്രകടനമാണ് കാണിച്ചതെന്ന്. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് ഒരിക്കലും ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഭാഗ്യ മനുഷ്യൻ്റെ മേലല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. ഞാൻ അതിന് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ദൈവാത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിലാണ് വസിക്കുന്നത്. ഇന്ന് അനേകരും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ എന്താണ്, അവർ വിചാരിക്കുന്നത് കൈ വെച്ച് പ്രാർത്ഥിച്ച രോഗസൗഖ്യം വരും, കൈ തൊട്ട അന്യഭാഷ നിൽക്കും, കൈയെടുത്ത് വീശിയാൽ ആത്മാവിനെ പ്രാപിക്കാൻ തക്കവണ്ണം കൈ വീശുമ്പോൾ പുറപ്പെടുന്നതാണ് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ്. കോട്ടെടുത്ത് വീശിയാൽ ആത്മാവിനെ പ്രാപിക്കാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ ഭാഗ്യ ശരീരം മുഴുവൻ ഈ ആത്മാവ് നിറഞ്ഞിരിക്കുക എന്നാണ് മനുഷ്യൻ്റെ വിചാരം. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മുടെ ഭാഗ്യ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കുന്നില്ല. ഈ കൃപായുഗ കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിലാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മളാരും വിസ്മരിച്ച് പോകരുത്. ഞാനൊരു 2 വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം
അതിൻ്റെ 12-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ നിന്ന് തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് സാത്താൻ്റെ ദൂതനെ ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നു. എവിടെ തന്നു? ജഡത്തിൽ, പൗലോസിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ നിനക്ക് തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസിനോട് ഇപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ശരീരത്തിലെ രോഗമോ പ്രശ്നമോ എന്തോ ആകട്ടെ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതവിടെ ഇരുന്നോട്ടെ, എൻ്റെ ശക്തി മതി. നിൻ്റെ അകത്തെ മനുഷ്യനിൽ ഞാൻ പകർന്നിരിക്കുന്ന ആ ആന്തരിക മനുഷ്യനിലുള്ളായിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നീ പ്രവർത്തിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ബലഹീനത, ബുദ്ധിമുട്ട്, കയ്യേറ്റം, അടി, തല്ല്, കുത്ത് ഇതെല്ലാം എളുപ്പം തക്കവണ്ണം ഞാൻ എൻ്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് ദ്രോഹിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. എന്നാൽ ഞാൻ ശക്തനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. എവിടെയാണ് ശക്തി? ശരീരത്തിലാണോ? പൗലോസിൻ്റെ ശരീരത്തിലാണോ ശക്തി? അല്ല, പൗലോസിൻ്റെ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കുന്ന ശക്തി നിമിത്തം പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിനും മതിയാവുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ രോഗിയായിരിക്കുമ്പോൾ തന്നെ, ഞാൻ തല്ലുകൊള്ളുമ്പോൾ തന്നെ, ഞാൻ അവമാനമേൽക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് പൗലോസിലെ ഈ ശക്തി വ്യാപരിക്കുന്നത്? പൗലോസിൻ്റെ അകത്തെ മനുഷ്യനിൽ, ആന്തരിക മനുഷ്യനിലാണ് ഇത് വ്യാപരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം കൂടെ വായിക്കുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. എവിടെയാ? പുറമെയാണോ? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ. അപ്പോൾ ശക്തി എവിടെ വ്യാപരിക്കുന്നത്? അകത്തെ മനുഷ്യനിൽ. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് നിങ്ങൾ വരുന്നി അങ്ങനെ താഴേക്ക് പോവുകയാണ്. അകത്തെ മനുഷ്യനിലാണ് ദൈവത്തിൻ്റെ ആത്മശക്തി ഇന്ന് വ്യാപരിക്കുന്നത്. അത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന സുവിശേഷ വചനത്തിലും ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലും ആ ശക്തി നമ്മിൽ നിന്ന് പുറത്തേക്ക് വ്യാപരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവസാനമായിട്ട് ഒരൊറ്റ പോയിൻ്റ് കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥമായ ദൈവഭക്തിക്ക് ശക്തിയുണ്ട്. യഥാർത്ഥമായ ദൈവഭക്തിക്ക് ശക്തിയുണ്ട്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അന്ത്യകാലത്തുള്ളായിരിക്കുന്ന മനുഷ്യരുടെ ഒരു കാര്യം പറഞ്ഞു വരികയാണ്. മനുഷ്യർ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും, അഹങ്കാരികളും, ദൂഷകന്മാരും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, നന്ദികെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജിതേന്ദ്രിയന്മാരും, ഉഗ്രന്മാരും, ദോഷികളും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അന്ത്യകാലത്ത് ഈ ദുരുപദേശകന്മാർ വന്നാൽ അവരെക്കുറിച്ച് പറയുകയാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കുമെന്ന്. കാപട്യമായ ഭക്തിയുടെ നാട്യം നമുക്ക് ശക്തി പകരില്ല. യഥാർത്ഥ ഭക്തനിൽ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കുന്നു. യഥാർത്ഥ ഭക്തനിൽ. പ്രിയമുള്ളവരെ, ദൈവഭക്തിയിൽ നിറയുക. അപ്പോൾ ദൈവശക്തിയാൽ നിറയാം. ദൈവശക്തിയാൽ നിറഞ്ഞാൽ
അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൻ്റെ പ്രകടനം എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ കൂടി ഉണ്ടാവും. അങ്ങനെ നമുക്ക് കർത്താവിന് വേണ്ടി ഫലപ്രദമായിരിക്കുന്ന ഒരു നല്ലൊരു സാക്ഷിയായി ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയണമെന്ന പ്രാർത്ഥനയിൽ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്ന പുറമേ മനുഷ്യനല്ല, ഞാനൊന്നും കൂടെ പറയുന്നു, പുറമേ മനുഷ്യനിലല്ല, അകമേ മനുഷ്യനിലാണ്. അത് പാപികളെ രക്ഷിക്കുന്ന ശക്തിയാണ്, വിശ്വാസത്തിനായി വ്യാപരിക്കുന്ന ആത്മശക്തിയാണ്, പ്രത്യാശ, സന്തോഷം, സമാധാനം എന്നിവ നമുക്ക് പ്രദാനം ചെയ്യുന്ന ശക്തിയാണ്. അതുപോലെ തന്നെ 1-ാം നൂറ്റാണ്ടിൽ ആ ശക്തിയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ശക്തി. സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണത്. ശരീരത്തിലല്ല, അകത്തെ മനുഷ്യനിലാണ് ആ ശക്തി വ്യാപരിക്കുന്നത്. യഥാർത്ഥ ഭക്തിയുള്ള ആ ജീവിതത്തിൽ ദൈവശക്തിയുടെ വലിയ പ്രകടനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ 2 വീഡിയോയിലൂടെ ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുക. ദൈവശക്തി ഇല്ലാത്തവരായി ക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. എൻ്റെ കഴിവിക്കാരെല്ലാം കർത്താവ് ധാരാളം സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.